ഹായ് വെൽക്കം ടു മിക്സ്ഡ് മാജിക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക്ക് കാർ ഇൻഷുറൻസിനെ കുറിച്ചാണ്. ഒരു കാർ ഇൻഷുറൻസിനെ കുറിച്ച് അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഫുള്ളായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. അതായത് പുതിയ വണ്ടി എടുക്കുമ്പോഴത്തെ ഇൻഷുറൻസിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ നമ്മുടെ കാർ പഴയതായി കഴിയുമ്പം റിന്യൂവലിൻ്റെ സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം, അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. നമുക്കറിയാം ഹെൽത്ത് ഇൻഷുറൻസും ടേം ഇൻഷുറൻസും പോലുള്ള കാർ ഇൻഷുറൻസിനകത്ത് നമുക്ക് ഒത്തിരി ആഡ് ഓൺ പാക്കേജസ് ഉണ്ട്. ഇപ്പം ചെറിയൊരു പ്രീമിയം കൊടുത്ത് നമ്മൾ ഈ ആഡ് ഓൺ പാക്കേജസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന ബെനിഫിറ്റ്സ് നമുക്ക് ഫ്യൂച്ചറിൽ വളരെ വലുതായിരിക്കും. അപ്പം ജനറലായിട്ട് നമുക്ക് ഇന്ത്യയിൽ എന്നാണ് രണ്ട് തരത്തിലുള്ള ഇൻഷുറൻസ് ഉണ്ട്. ഒന്ന് തേർഡ് പാർട്ടി ഇൻഷുറൻസും സെക്കൻഡ് കോംപ്രിഹെൻസീവ് ഇൻഷുറൻസും. ഇപ്പം തേർഡ് പാർട്ടി ഇൻഷുറൻസിൽ നമ്മളൊരു ആക്സിഡൻറ്റ് നടന്നെന്ന് വെച്ചു, അപ്പോൾ ആ തേർഡ് പാർട്ടിക്ക് കിട്ടും, നമുക്കും നമ്മുടെ വണ്ടിക്കും ക്ലെയിം കിട്ടത്തില്ല. നെക്സ്റ്റ് വരുന്ന ഈ കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ്. അപ്പോൾ ഈ കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒത്തിരി ആഡ് ഓൺ പാക്കേജസ് കാണും. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് ആഡ് ഓൺ പാക്കേജാണ് RTI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺ ടു ഇൻവോയ്സ്. അതായത് നമ്മുടെ വണ്ടിയുടെ ഇൻവോയ്സ് എമൗണ്ട് എത്രയുണ്ടോ അത്രയും നമുക്ക് ക്ലെയിമായിട്ട് കിട്ടും. ക്ലെയിമായിട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിക്ക് ഒരു ടോട്ടൽ ലോസ് സംഭവിക്കുമോ, അല്ലെ നമ്മുടെ വണ്ടി മോഷണം പോയി കഴിഞ്ഞാൽ ഫുൾ ഇൻവോയ്സ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ എക്സ്ഷോറൂം പ്രൈസ് വരും, ഇൻഷുറൻസിൻ്റെ പ്രീമിയം വരും, അതുപോലെ തന്നെ നമ്മൾ RTIക്ക് അടച്ച പൈസയും കൂടെ വരും. അപ്പം ഈ RTI ആഡ് ഓൺ ഇല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന തന്നെയാണ് IDV. അതാ ഇൻഷുറൻസ് ഡിക്ലെയർഡ് വാല്യൂ. ആ IDV വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സ്ഷോറൂമിൻ്റെ 95% വരത്തുള്ളൂ. അതിനകത്ത് നമ്മൾ വീണ്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. ഇപ്പം നമ്മുടെ വണ്ടിയുടെ എക്സ്ഷോറൂം 10 ലക്ഷം രൂപയാണെന്ന് വെച്ചു, നമുക്ക് ഏതെങ്കിലും ഒരു നല്ല ഓഫർ സമയത്തായിരിക്കും വേണം നമ്മൾ വണ്ടി എടുക്കുന്നത്, നമുക്ക് 1 ലക്ഷം രൂപ ഓഫർ കിട്ടി. 1 ലക്ഷം രൂപ ഓഫർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ എത്രയായി? 9 ലക്ഷം രൂപ. എന്നാലും ശരി, നമ്മുടെ വണ്ടിയുടെ IDV വാല്യൂ എത്ര വരുമെന്നറിയോ? 9.5 ലക്ഷം രൂപ വരും. ഈ RTI ബെനിഫിറ്റ്സ് എല്ലാ ഇൻഷുറൻസ് കമ്പനിക്കാരും ലൈഫ് ടൈം കൊടുക്കത്തില്ല, അതൊരു 3 കൊല്ലം മാത്രമേ കൊടുക്കത്തുള്ളൂ. നെക്സ്റ്റ് നമ്മൾ പറയുന്ന ബെനിഫിറ്റ് ഇതാണ് ബമ്പർ ടു ബമ്പർ. ഈ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസിന് IRDAI ഒരു കോമൺ ഇത് വെച്ചിട്ടുണ്ട്. അതായത് നമ്മളെ വണ്ടി പഴകും തോറും അതിൻ്റെ ഡിപ്രീസിയേഷൻ വരുമല്ലോ, അതുകൊണ്ട് അതിനകത്ത് IRDAI ഒരു സ്റ്റാൻഡേർഡ് നോംസ് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ വണ്ടി 3 തൊട്ട് 4 കൊല്ലം വരെ പഴക്കം ഉണ്ടെങ്കിൽ വണ്ടിയുടെ 40% ഡിപ്രീസിയേഷൻ വരും. അതിന് വെച്ചാൽ നമ്മുടെ വണ്ടിക്ക് 10 ലക്ഷം രൂപ ഉണ്ടായിരുന്ന എക്സ്ഷോറൂമെങ്കിൽ ഇപ്പം നമ്മുടെ വണ്ടി 3 തൊട്ട് 4 കൊല്ലം ആയി കഴിഞ്ഞാൽ 40% പോയി കഴിഞ്ഞാൽ 6 ലക്ഷം രൂപയെ വരത്തുള്ളൂ. അപ്പോൾ ഈ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസിനൊരു 10 തൊട്ട് 15% വരെ നോർമലായിട്ട് പ്രീമിയവും കൂടുതലായിരിക്കും. അതെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി ഒരു 5 കൊല്ലം കഴിഞ്ഞ് ഒരു ആക്സിഡൻറ്റ് നടന്നു, നമ്മളത് ഗ്യാരേജിൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ പണിക്ക് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ 50,000 രൂപയ്ക്ക് 50,000 നമുക്ക് ക്ലെയിം ആകും. ഇല്ലെങ്കിൽ അവിടെ നമുക്ക് വീണ്ടും അത് 50% ഡിഡക്റ്റായി നമുക്ക് കിട്ടുന്ന എത്രയാണ്? 25,000 രൂപയേ ഉള്ളൂ. നെക്സ്റ്റ് നമ്മൾ വേണ്ട ഒരു ആഡ് ഓൺ ആണ് ഈ കൺസ്യൂമബിൾസ്, നട്ട്, ബോൾട്ട്. അത് ജനറലായിട്ട് നമ്മൾ ഈ വണ്ടിയുടെ ഫ്രണ്ട് സൈഡാണല്ലോ എപ്പോഴും ആക്സിഡൻ്റ് ഫ്രണ്ട് സൈഡ് ആയതുകൊണ്ട് അത് ഒരു ടോട്ടൽ ക്ലെയിം എമൗണ്ടിൽ ചിലപ്പം 10% തൊട്ട് 15% വരെ പോകാം, ചിലപ്പോൾ അത് ചീപ്പും ആയിരിക്കാം. നെക്സ്റ്റ് ഇനിയും ഒരു ആഡ് ഓൺ ആണ് നമുക്ക് ഈ റോഡ് സൈഡ് അസിസ്റ്റൻസ്. ഇന്നിപ്പം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യവും ചിലർക്ക് അറിയാൻ മേലാത്തതായിട്ടൊരു കാര്യമുണ്ട്. റോഡ് സൈഡ് അസിസ്റ്റൻസ് ഈ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അതായത് റോഡ് സൈഡ് അസിസ്റ്റൻസ് ഇപ്പം ജനറലി 2,000 തൊട്ട് 3,000 രൂപ വരെ ഉണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫ്രീ ആയിട്ട് കിട്ടുന്നതെന്നു വെച്ചാൽ ഇന്ന് ഒട്ടുമിക്കാൽ ക്രെഡിറ്റ് കാർഡ് യൂസേഴ്സിന് വേണ്ടി ഈ സാധനം ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലുള്ള ടിപ്സുകളും ഹാക്കുകളും നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യും. നമ്മുടെ ചാനലിൽ ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ആൾക്കാർക്ക് എവിടെയൊക്കെ കിട്ടുന്ന ഫ്രീ ടിപ്സ് ഹാക്സുകളും നമ്മളിത് അപ്ഡേറ്റ് ചെയ്യും. അപ്പം ഈ 3 ആഡ് ഓൺസ് ആണ് നമ്മളിപ്പം പറഞ്ഞത്. ഇനിയും വേറെ ആഡ് ഓൺസും ഉണ്ട്. എൻജിൻ പ്രൊട്ടക്റ്റ് ഉണ്ട്, ടയർ കെയർ ഉണ്ട്, കീലോസ് ഉണ്ട്. പക്ഷേ അതിനേക്കാളും ബെനിഫിറ്റായിട്ട് ഇപ്പോൾ എല്ലാവരുടെ റിക്വയർമെൻറ്റ് ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. നമ്മൾ ഈ ഫസ്റ്റ് പറഞ്ഞ 3 ആഡ് ഓൺസ് നമുക്കത് കമ്പൽസറി ആയിട്ട് വേണ്ടതാണ്. അപ്പം ഇനി ഇൻഷുറൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി നമ്മളൊരു ഇൻഷുറൻസ് കമ്പനി നോക്കണമല്ലോ. അപ്പോൾ ഇൻഷുറൻസ് കമ്പനി നോക്കിയിട്ട് വേണ്ട നമ്മളിത് എടുക്കാൻ വേണ്ടി നോക്കുന്നത്. അപ്പം ഇൻഷുറൻസ് കമ്പനി അതെങ്ങനെ നോക്കണം? ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇവരെങ്ങനെയാണ് ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ കൊടുക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് എന്നാണ്? ഇവരുടെ
ക്യാഷ്ലെസ് ഗ്യാരേജസ് എത്രയുണ്ടെന്നുള്ളത്. അപ്പോൾ ഈ 2 ഡേറ്റയും എവിടെയാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്? IRDA ആണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. പക്ഷേ ഈ 2024 എന്നാ പറ്റിയെന്ന് വെച്ചാൽ IRDA ഇത്ര ക്ലിയർ ആയിട്ട് ഡേറ്റാസ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ എന്നാ ചെയ്തു? IBAയുടെ ഡേറ്റ നോക്കി, അതായത് ഇന്ത്യൻ ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ. അപ്പം ഇവരുടെ ഡേറ്റ വെച്ച് നോക്കിക്കഴിഞ്ഞപ്പം വെറും 3000 ഗ്യാരേജസിൽ കൂടുതൽ, ക്യാഷ്ലെസ് ആയിട്ടുള്ള ഗ്യാരേജസിൽ കൂടുതലുള്ളത് എത്ര ഇൻഷുറൻസ് കമ്പനിക്കുണ്ട്? വെറും 15 കമ്പനിക്ക് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വീണ്ടും ഒരു ഡേറ്റയും കൂടെ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്, അതാണ് ICR ഡേറ്റ. അപ്പോൾ ഈ ICR ഡേറ്റയും ഈ കൊല്ലം എന്നാണ് IRDA ക്ലിയർ ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അത് നമ്മൾ എവിടെ നിന്നാണ്? IBAയുടെ റെഫറൻസിൽ നിന്നാണ് എടുത്തത്. അപ്പം നമുക്ക് മെയിനായിട്ട് നോക്കേണ്ടത് എങ്ങനെയാണ്? ഈ ICR ഡേറ്റയും ക്യാഷ്ലെസ് ക്ലെയിമും. അപ്പം ICR ഡേറ്റ എന്നാന്നുള്ള ഫസ്റ്റ് നമുക്ക് ICR എന്നാന്നുകൂടെ നോക്കാം. അപ്പം ICR എന്ന് പറഞ്ഞാൽ കൂടുതലൊന്നുമായിട്ടൊന്നുമില്ല. നമ്മളിപ്പം വേറൊരു കാര്യമാണ്, ഒരു 100 രൂപ നമ്മൾ പ്രീമിയമായിട്ട് മേടിച്ചു, അതിനകത്ത് ക്ലെയിമായിട്ട് നമ്മൾ 80 രൂപ കൊടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ICR. ഇപ്പം ICR ഡേറ്റ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കമ്പനിയുടെ ഫിനാൻഷ്യൽ ഹെൽത്തിനെ കുറിച്ച് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടി പറ്റും. ഇപ്പം ICR ഡേറ്റ വെച്ചിട്ട് 100% ഉണ്ട്, ആ കമ്പനി എന്നാ വെച്ച് കഴിഞ്ഞാൽ ആ കമ്പനിക്കകത്ത് ഫിനാൻഷ്യൽ ഗ്രോത്ത് വരുന്നില്ല. എന്ന് വെച്ചാൽ അവർ താഴോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവർ ക്ലെയിമും എത്ര മേടിക്കുന്ന, പ്രീമിയം എത്ര മേടിക്കുന്ന അത്ര തന്നെ അവർ ക്ലെയിം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ICR ഡേറ്റ 70 ഉണ്ടെന്ന് വെച്ചു, ആ കമ്പനി ഫിനാൻഷ്യലി ഭയങ്കരമായിട്ട് ഗ്രോത്ത് ചെയ്തുകൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ അവർ ഒത്തിരി ക്ലെയിം റിജക്റ്റ് ചെയ്യുന്നവരുമാണ്. അപ്പം ഈ ICR ഡേറ്റ നമ്മൾ നോർമലായിട്ട് എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 70 തൊട്ട് 100% നിൽക്കണം. അപ്പം 100% മുകളിലുണ്ട് ആ കമ്പനിയുടെ ഫിനാൻഷ്യൽ ഗ്രോത്ത് ഒട്ടും ശരിയല്ല. അതുപോലെ 70% താഴെ ഉണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ റിജക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ 2 ഡേറ്റയും കൂടെ വെച്ച് കഴിയുമ്പോഴത്തേന് 2024 IRDA ഡേറ്റ വിട്ടത് വെച്ച് നോക്കി കഴിയുമ്പോഴത്തേന് 9 കമ്പനികളെ ഉള്ളൂ. ഇനിയും ഇതിനകത്ത് നിന്ന് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ 2024 ഏറ്റവും ടോപ്പ് 4 കമ്പനീസ് ഉണ്ട്. ആ 4 കമ്പനീസിനകത്ത് HDFC ERGO, ICICI Lombard, SBI, ന്യൂ ഇന്ത്യ ഇൻഷുറൻസ്. അപ്പം ഈ 4 കമ്പനീസാണ് ഈ ഡേറ്റ വെച്ചിട്ട് ഈ 2024 ഏറ്റവും നല്ലത്. ഓക്കെ, താങ്ക് യു. ഇതുപോലുള്ള ഇൻഫർമേഷൻസിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള ഹാക്കുകളും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. താങ്ക് യു.